ഹായ്, അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽക്കട്ട കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോവും, നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാൽക്കട്ടയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയതാ ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3/4 ഗ്ലാസോളം പാലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതാ മിൽക്ക് മെയ്ഡ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇതാക്കണം. ഞാൻ അതിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കയ്യിൽ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാക്കണം, ഞാനൊരു കപ്പ് റവ പൊടിയാണ് എടുത്തിട്ടില്ല കേട്ടോ, അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതാക്കണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടും കട്ടകൾ ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതാ ഉപ്പാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ പാൽക്കട്ടയ്ക്ക് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചത് അതിലോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ സിമ്മിലിടണം കേട്ടോ. എന്നിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയാവും. അതുകൊണ്ടാണ് ഇങ്ങനെ തീ സിമ്മിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സ്മെല്ലും കൂടെ ഉണ്ടാവും. ഒരു പാലിൻ്റെയും ഒരു നെയ്യൊക്കെ ഉരുക്കിയിട്ട് അതിൻ്റെയൊക്കെ ഒരു നമ്മളെ ഈ പാൽക്കട്ട ഉണ്ടല്ലോ അതിൻ്റേതായ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ ഇതാ ഞാനൊരു ചട്ടക എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റേ ഇത് മാറ്റിയിട്ട് ചട്ടക എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ ഞാൻ ചട്ടിയിൽ ഇതാക്കണം ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ചൂടറിയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാൻ ഒരു കത്തിയൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ. അപ്പോൾ അതാ നമ്മളെ പാൽക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാൽക്കട്ട കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽക്കട്ടയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക.